പത്രോസിന്റെ 2-ാം ലേഖനം 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കും. ഈ എപ്പിസോഡ് കൊണ്ട് തീരുക. 1ഉം 2ഉം പത്രോസിന്റെ ലേഖനങ്ങളുടെ പഠനം ഒരു ചെറിയ അളവിൽ നമ്മൾ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ ആ വാക്യവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ, വായിച്ചേ, നിങ്ങൾ ഇവയ്ക്കായി ആ പുതിയ ആകാശം പുതിയ ഭൂമിക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ മതി രക്ഷയെന്ന് വിചാരിപ്പിൻ. പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. ദൈവമക്കളുടെ കാലൊക്കെ നിലത്ത് നിന്ന് അങ്ങ് പൊങ്ങിപ്പോയി ഇതൊക്കെ പറയുമ്പോൾ വാക്യം നല്ല കാര്യമാണ്. ഈ പഴയ ആകാശം പുതിയ ഭൂമി പാപം ചെയ്ത് പാപമലീനസമായി കിടക്കുന്ന ഈ ആകാശത്തെ മണ്ഡലത്തെയും സാത്താൻ ഈ ആകാശമണ്ഡലത്തിൽ കിടന്ന് വിരകി അവിടെ മുഴുവൻ ചീത്താക്കി നശിപ്പിച്ച് നാരായണക്കല്ല് പിടിച്ചിട്ടിരിക്കുക. ദൈവം പാർപ്പിനായി സൃഷ്ടിച്ച ഈ ഭൂമിയെ മനുഷ്യൻ ആയുധങ്ങൾ ഉണ്ടാക്കി ഇതിനെ കത്തിച്ച് കളയത്തക്ക നിലയിലാക്കി വെച്ചിരിക്കുക. എത്ര സുന്ദരമായ ഭൂമിയാണ് ഈ ഭൂമി. പ്രത്യേകിച്ച് യുക്രൈന്, ഇറാന്, ഗൾഫ് രാജ്യങ്ങൾ, ഇവിടെ കേരളം, കാശ്മീർ, ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമാണ്. എല്ലാ ഭൂമിയും നമ്മൾ എല്ലായിടത്തും പോയി സഞ്ചരിച്ചാൽ എത്ര മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുക. ഇത് മനുഷ്യൻ ഇതിനെ കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുക. എല്ലാ രാഷ്ട്രങ്ങളും കൂടി ചേർന്നൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ തീഗോളമായി മാറത്തക്ക നിലയിൽ ഈ ഭൂമി ആക്കി വെച്ചിരിക്കുക. ഞാനല്ല, ശാസ്ത്രജ്ഞന്മാർ പറയുക. ഒരു അഗ്നിപ്രളയത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുക. ഈ ദൈവത്തിന് മുന്നമേ അറിയാം. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, അതാണ് വെളിപ്പാട് പുസ്തകം. വരുവാനുള്ളത് അറിയുന്നവനാണല്ലോ ദൈവം. നമുക്ക് പാർക്കാനായിട്ട് ഈ ഭൂമി നല്ല മനോഹരമായ നിലയിൽ സൃഷ്ടിച്ച ഈ ഭൂമിയെ മനുഷ്യൻ നശിപ്പിച്ചു കളഞ്ഞു. അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഏറെ നല്ലതാണെങ്കിലും മാരകമായ വെപ്പൺസും ഒരു ശ്വാസം എടുക്കുമ്പോൾ പിടഞ്ഞു വീണ് മരിക്കത്തക്ക നിലയിൽ ഉള്ള ആയുധങ്ങൾ പോലും മനുഷ്യൻ സംഭരിച്ചു കഴിഞ്ഞു. രാസായുധങ്ങൾ കൊണ്ട് അമ്മാനമാടുകയാണ് രാജ്യങ്ങൾ. ഇതുവരെ അത് വേണ്ട രീതിയിലൊന്നും പ്രയോഗിച്ചിട്ടില്ല. അത് പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. കഞ്ഞിക്ക് വകയില്ലാത്തവരൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കി അതുണ്ടായിക്കൊണ്ടിരിക്കുക. ഇറാൻ ഈ രാസായുധത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുമെന്നും പറഞ്ഞാണ് അവരോട് വലിയ യുദ്ധം ചെയ്യുന്നത്. അതിനുണ്ടാക്കുന്നതും അതും ശരിയാ. കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് വാദിച്ച് നിൽക്കുന്നവരാണല്ലോ അവര്. എങ്ങനെയും മറ്റുള്ളവരെ നശിപ്പിക്കണം, കൊല്ലണം, അറുക്കാനും മുടിപ്പാനും നശിപ്പിക്കുവാനാണ് ദുഷ്ടം വരുന്നതെന്ന് എഴുതിക്കുന്ന പോലെ ഈ നീചന്മാരുടെ ചിന്ത മറ്റുള്ളവരെ കൊല്ലണം, അവർക്ക് മാത്രം ജീവിക്കണം, മറ്റുള്ളവരെല്ലാം ചാകണം അല്ലെങ്കിൽ കൊല്ലണമാണ് അവരുടെ ചിന്ത. അത് സാത്താൻ്റെതാ. അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനല്ലാതെ സാത്താൻ വരുന്നില്ല. അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക, ഉന്മൂലനാശം ചെയ്യുക, ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പം ആ അവസ്ഥയിൽ ഇരിക്കുന്ന കൊണ്ട് നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണണം. കറയുണ്ടാകരുത്, കളങ്കമുണ്ടാകരുത്. എന്താണ് ഈ കറ? എന്താണ് ഈ കളങ്കം?
ജെയിംസ് 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് 1-ന്റെ അവസാനത്തെ വാക്യം. ഹല്ലേലൂയ. ആ ആ ചെയ്താൽ അടുത്ത അവസാന വാക്യം യാക്കോബിന്റെ 1-ാം അധ്യായം അവസാന വാക്യം. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നു. അപ്പൊ ഇവിടെ കളങ്കം, കറ ഞാൻ പറയാം. കളങ്കം, ലോകത്താലുള്ള കളങ്കം, ലോകത്തിന്റെ അശുദ്ധി, ലോകം അശുദ്ധിയിൽ മുങ്ങിക്കിടക്കുക. നമ്മൾ കാണുന്നത് മുഴുവൻ അശുദ്ധിയാ. ലോകം മുഴുവൻ അശുദ്ധി നിറഞ്ഞു കിടക്കുക. ലോകത്താലുള്ള കളങ്കം പറ്റാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം, നമ്മെ തന്നെ കാക്കണം, നമ്മെ തന്നെ നിർമ്മലീകരിക്കണം, നമ്മെ തന്നെ വെടിപ്പാക്കണം, നമ്മെ തന്നെ കരുതിക്കൊള്ളണം. ഇത് നമ്മൾ ചെയ്യണം. ദൈവം ചെയ്തു തരുമെന്ന് പറഞ്ഞിരിക്കരുത്. ഉപദേശമുണ്ട്, വചനമുണ്ട്, പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ആത്മശക്തി പ്രാപിച്ച് ദൈവം പ്രാപിച്ച് ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്നും മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാ. എടുത്തു ചാടി അശുദ്ധി കിടന്ന് കുളിക്കുകയല്ല ചെയ്യേണ്ടത്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ. എന്താ കാര്യം? എന്താ? അവൻ നമ്മെ കറയും കളങ്കം ഇല്ലാത്തവരായി കാണണം. എന്തിനാ കര കാണുന്നത്? പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുക. ഉള്ള കണ്ട അശുദ്ധിയും ചേറും എല്ലാം കൂടി വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ലോകത്തിന്റെ അശുദ്ധി കിടന്ന് തലകുത്തി മറിയുക ദൈവസഭ എന്ന് പറയപ്പെടുന്നവർ. ലോകത്തിന്റെ അശുദ്ധി മുഴുവൻ അവരിലുണ്ട്. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. പത്രോസിന്റെ പ്രബോധനം എത്ര ഭയങ്കരമാണ്, എത്ര ശക്തമാണ്. ഈ മനുഷ്യന് ഈ ആലോചന എവിടെ നിന്ന് കിട്ടി? അതേ ദൈവത്തിൽ നിന്ന് കിട്ടി. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ചവനാണ് ഈ പ്രസംഗിക്കുന്നതെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. കറയെന്താ? രക്ഷാവസ്ത്രം. ദൈവം നമുക്ക് രക്ഷാവസ്ത്രം തന്നു, നീതിയിൻ വസ്ത്രം തന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിപ്പിക്കുന്ന ഒരു ശക്തമായ പഠനമാണത്. അതൊന്നും ആരും അധികം പ്രസംഗിക്കാനൊന്നും ഇവിടെ ആളില്ല. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അവൻ നമ്മെ കറയും കളങ്കവുമില്ലാത്തവരായി കാണണം. ഹല്ലേലൂയ. രക്ഷ എന്ന വസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടിയിച്ചു എന്ന് പ്രവചന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 61-ന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തി എന്ന് സാരം. നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു, ദൈവം എന്നെ നീതീകരിച്ചു എന്നർത്ഥം. രക്ഷാവസ്ത്രം രക്ഷയിലേക്ക് നടത്തി. നീതി എന്ന അങ്കി, ദൈവത്തിൻ്റെ നീതീകരണം ഫ്രീ ആയിട്ട് കിട്ടി.
ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ദൈവം നീതീകരിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തേജസ്കരണം കിട്ടുന്നത്. അല്ല ചുമ്മാ ഒന്നും തേജസ്കരണം കിട്ടത്തില്ല. ദൈവം തന്ന രക്ഷാവസ്ത്രവും നീതി വസ്ത്രത്തിലും കറ പുരളാൻ പാടില്ല. അർത്ഥം പാപത്തിൻ്റെ അഴുക്കുകൾ അതിൽ വരാൻ പാടില്ല. കറ, സ്പോട്ട് അതിൽ വരാൻ പാടില്ല. ഹല്ലേലൂയ. കായീനോട് ദൈവം പറയുന്നു, പാപം വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. പാപത്തിൻ്റെ സ്പോട്ടുകൾ, പാപത്തിൻ്റെ പാടുകൾ ഈ രക്ഷാവസ്ത്രത്തിൽ, രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ, ദൈവം നീതീകരിച്ച നീതിയുടെ വസ്ത്രം ധരിച്ചവനിൽ പാപത്തിൻ്റെ പാടുകൾ, സ്പോട്ടുകൾ വരാൻ പാടില്ല. അഥവാ വന്നാൽ അപ്പ ശുദ്ധീകരണം പ്രാപിച്ച് പൊക്കോണം. കൂട്ടിയിട്ടുകൊണ്ടിരിക്കരുത്. കണ്ടെയ്നർ കണക്കിന് പാപങ്ങൾ കൂട്ടിയിട്ട് ജീവിക്കുന്ന വിശ്വാസികളെ എനിക്കറിയാം. അവസാനം അതെല്ലാം കൂടി അവസാനം നാശത്തിലേക്ക് പോകാനിടയായിത്തീരും. നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ, വരുന്ന പാപങ്ങളെ ഏറ്റുപറയുക, ശുദ്ധീകരണം പ്രാപിക്കുക, നിരപ്പ് പ്രാപിക്കുക, സാമ്പത്തിക വിഷയത്തിലാണെങ്കിൽ കൊടുത്ത് ക്രമീകരണം പ്രാപിക്കുക, വാക്കുകളിലൂടെ വന്നതാണെങ്കിൽ അത് പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുക. രക്ഷിക്കപ്പെട്ടവനിൽ പാപം വരും. രക്ഷാവസ്ത്രത്തിൽ കറ പുളരരുത്. അതാ ഇവിടെ പത്രോസ് പറയുന്നത്, അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി. ലോകത്തിൻ്റെ കളങ്കം തമ്മിൽ വരരുത്. നമ്മുടെ രക്ഷാവസ്ത്രത്തിൽ, നീതിവസ്ത്രത്തിൽ കറ പുരളരുത്. അർത്ഥം, നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മളിൽ പാപത്തിൻ്റെ സിംറ്റംസ് വരരുത്. പാപത്തിൻ്റെ മാർക്കുകൾ, സ്പോട്ടുകൾ വരരുത്. വന്നാൽ ഉടനെ കർത്താവിൻ്റെ രക്തത്താലും ആത്മാവിനാലും വചനത്താലും നമ്മൾ ശുദ്ധീകരിച്ചോളം. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി. എഫേസ്യ ലേഖനത്തിലുള്ള വാക്യമാണ്. അപ്പോൾ വചനം കൊണ്ടൊരു ശുദ്ധീകരണം ഉണ്ടാകണം, ആത്മാവിനൊരു ശുദ്ധീകരണം ഉണ്ടാകണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ വിലയേറിയ അനുഭവങ്ങളെ നമ്മൾ ഇന്ന് പൽക്കാലം നന്നായിട്ടൊന്ന് ഗ്രഹിക്കണമേ. ഞാനല്ല, പത്രോസാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് എനിക്ക് പഠിപ്പിക്കാൻ എന്ത് യോഗ്യത? പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ് നമ്മളോട്, അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണണം. എന്തുകൊണ്ട്? പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുക. ചുമ്മാ ഒന്നും പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കൊന്നും ചെന്ന് കയറാൻ പറ്റത്തില്ല കേട്ടോ പെന്തക്കോസുകാരെ. ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചേക്കണം. അതിനൊത്തിരി വില കൊടുക്കണം, അതിനൊത്തിരി ശുദ്ധീകരണം പ്രാപിക്കണം, അതിനൊത്തിരി വേർപെടണം, അതിന് നല്ല നിർമ്മലന്മാരായി തീരണം. ലോകത്തുള്ള അശുദ്ധി എല്ലാം കൂടി വാരി തേച്ച് വെട്ടിമുറിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഉണ്ടെന്ന് നിത്യതയിൽ പോകാൻ പറ്റത്തില്ല. ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അഹങ്കാര നിമിത്തം, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു. മൂന്ന് അഹങ്കാരത്തിൻ്റെ അവസ്ഥകൾ. പണം വന്നിരുമ്പോൾ അഹങ്കാരം വരും, സൗന്ദര്യം വരുമ്പോൾ അഹങ്കാരം വരും, സൗന്ദര്യ വർധന വരുമ്പോൾ അഹങ്കാരം കൂടും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിനക്കൊരു സൗന്ദര്യമുണ്ട്. എന്താ സൗന്ദര്യം? ആത്മാവിൻ്റെ സൗന്ദര്യം. ആത്മഫലങ്ങളാലും വരങ്ങളാലും അണിയപ്പെട്ട ഒരു ആത്മീക സൗന്ദര്യം പുതിയ നിയമസഭയ്ക്കുണ്ട്, മണവാട്ടിക്കുണ്ട്. ആ സൗന്ദര്യമാണ് മണവാളൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വാരിക്കോരി കരിയും തേച്ചും അതും ഇതുമൊക്കെ അടിച്ചുകൂട്ടി പോകുന്നതല്ല. ലിപ്റ്റിക്കും അടിച്ച് പൊട്ടും തൊട്ട് വളയും കമ്മലും ഒക്കെ ഇട്ട് ഉള്ള കരിയെല്ലാം കൂടി വാരി തേച്ച് ലോക മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിച്ചിട്ട് എന്നെ വിശുദ്ധി എന്നായി പറയണേ? ലോകക്കാർ ചെയ്യട്ടെ. നമ്മളാരാ? തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരാ. ജാതികളായിരുന്നു, ഇപ്പോൾ നമ്മൾ ജാതികളല്ല. അപ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളാ, അവൻ്റെ കൂട്ടവാശം ലഭിച്ചവരാ, അല്ലെങ്കിൽ ലഭിക്കേണ്ടവരാ. അത് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണ വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം. അതാ പറയുന്നത്, എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. 2 പത്രോസ് 3:12. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. വിശുദ്ധ ജീവിതം അനിവാര്യം.
ലോകത്താലുള്ള കളങ്കം പറ്റാതെ, ഈ ലോകത്തിന് അന്വരാകാതെ, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാ ചെയ്യുന്നത്? ലോകക്കാരെ പോലെ ജീവിക്കാതിരിക്കാൻ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തെന്നും പറഞ്ഞ് ലോകക്കാരെ പോലെ ജീവിക്കുമ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ കളഞ്ഞില്ലേ? രക്ഷിക്കപ്പെട്ടവർ സഭയിൽ കുറവാ, കളകളാ കൂടുതലും. സഭകളിൽ കളകളാണ് കൂടുതൽ. രക്ഷിക്കപ്പെട്ടവർ വളരെ പെർസെൻറ്റേജ് കുറവാ. കളകളെ കൊണ്ടുവച്ച് പാട്ടുപാടിയാണ് കാശുണ്ടാക്കുന്നത്. സംഗീത ദിശ, മ്യൂസിക് നൈറ്റ്, കളകളായതല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധാംശം പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന, സ്വഭാവമുള്ള, ആത്മാവിനനുസരിച്ച് നടക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള, ക്രിസ്തുവിൻ്റെ ഭാവമുള്ള, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നമ്മൾ തീരണം. അപ്പോഴാണ് കറയും കളങ്കവും ഇല്ലാത്തവരായി നമ്മൾ തീരുന്നത്. കർത്താവിനെ ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും എഴുതിയിരിക്കുന്നുവല്ലോ, അതുപോലെ നമ്മൾ ആയിത്തീരണം. നമുക്ക് ഉപദേശം കിട്ടിയില്ലെങ്കിൽ ഇതേ ഇന്ന് ഉപദേശം കിട്ടുകയാണ്. ഇതുകൊണ്ട് കുഴിച്ചു മൂടല്ലേ. എത്ര ശക്തമായ പ്രബോധനമാണ് പത്രോസ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവയ്ക്കായി കാത്തിരിക്കാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പി. അടുത്ത വാക്യം 15. അങ്ങനെ തന്നെ അത് വായിച്ചേ. പൗലോസ്. അപ്പൊ തനിക്ക് ലഭിച്ച ജ്ഞാനം, അവിടെ നിൽക്കട്ടെ, തനിക്ക് ലഭിച്ച ജ്ഞാനം നാം വാരിക്കോരി ഉണ്ടാക്കിയ ജ്ഞാനമല്ല, ബൈബിൾ കോളേജിൽ പോയി പഠിച്ചുണ്ടാക്കുന്ന ജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. ദൈവം തനിക്ക് കൊടുത്ത ആത്മീകമായ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു, ആഴത്തിൽ പഠിച്ചു എന്നല്ല ചിന്ത. ജ്ഞാനമാകുന്ന ക്രിസ്തു, അത് യഹൂദന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. അറിയാതെ പിടിച്ച് ക്രൂശിച്ചു. ആരെ? ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന ക്രിസ്തുവിനെ. അതാ പൗലോസ് പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ഒരു വലിയ ജ്ഞാനിയാ, ഒരു വലിയ പണ്ഡിതനാ, ഒരു വലിയ കോടീശ്വരനാ, ഒരു വലിയ തറവാടിത്തമുള്ളവനാണ് പൗലോസ്. ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു, എണ്ണിയിരിക്കുന്നു. 3 പദങ്ങൾ ഫിലിപ്പിലേഖനം 3. എന്താ ദൈവമക്കളെ ഇതൊക്കെ? എത്ര ശ്രേഷ്ഠകരമായ വചന വെളിപ്പാടാണ് ഈ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാർക്കും വേണ്ടേ? പിന്നെ എന്തുവാ വേണ്ടേ? കണ്ട ചപ്പും ചവറും എല്ലാം കൂടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനം, ആത്മീകമായ ജ്ഞാനം, യേശുക്രിസ്തുവാകുന്ന ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന ക്രിസ്തു, തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. പൗലോസ് തനിക്ക് ലഭിച്ച ആ സ്വർഗീയ ജ്ഞാനം, വലിയ ജ്ഞാനത്തിൽ നിന്ന് ഈ ലേഖനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത അപ്പൊ ആ ലേഖനങ്ങൾ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതുണ്ട്. ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ഗ്രഹിച്ചവരോട് ചോദിച്ചറിയുക. എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിവുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. അറിയാത്തത് പ്രാർത്ഥിച്ചും എന്നെക്കാൾ അറിവുള്ളവരോട് വിഷയങ്ങൾ ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. അതാണ് എൻ്റെ രീതി. ചുമ്മാ വെട്ടി വിടുകയല്ല ചെയ്യുന്നത്. ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ വളരെ അത്ഭുതകരമാണ്, ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്, ഉന്നതമാണ്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. വചനത്തെ കോട്ടിക്കളയുന്നു, കൂട്ടിച്ചേർക്കുന്നു, മറിച്ച് കളയുന്നു. എല്ലാ പ്രസംഗത്തിലും ഞാനത് പറയുന്നുണ്ടെന്നാ എൻ്റെ ഓർമ്മ. ഇന്ന് ഭക്തന്മാരെന്ന് പറയുന്ന പല പ്രിയപ്പെട്ടവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയാണത്. വചനത്തെ കോട്ടിക്കളയുക, കൂട്ടിച്ചേർക്കുക, മറിച്ച് കളയുക, അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയുക, അറിവുള്ളവരോട് ചോദിക്കുക, പ്രാർത്ഥിച്ച് ദൈവസ്ഥയിൽ നിന്ന് കർത്താവിനോട് ചോദിക്കുക.
കർത്താവ് വചനം ഏൽപ്പിക്കപ്പെട്ടവർ ഭൂമിയിലുണ്ട്, വചനം ഫലമേൽപ്പിക്കപ്പെട്ടവർ ഈ ഭൂമിയിലുണ്ട്. അവരത് പറഞ്ഞു തരും. നമ്മൾ കിടന്ന് ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വചനത്തെ കൂട്ടിക്കളയണ്ട, കൂട്ടിച്ചേർക്കണ്ട, മറിച്ച് കളയണ്ട. ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവമാക്കി വെച്ച ദൈവഭൃത്യന്മാരിൽ നിന്ന് അത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയും. തിരുവെഴുത്തുകളെ കൂട്ടിക്കളയുന്നത് എന്തിനാ? അവരുടെ നാശത്തിനായിട്ട്, അല്ല വേറെ എന്തിനാ? തിരുവെഴുത്തുകളെ കൂട്ടിക്കളഞ്ഞാൽ നമ്മൾ നാശത്തിലേക്ക് പോകും, നമ്മൾ നശിച്ചു പോകും, നമുക്ക് രക്ഷയുണ്ടാകത്തില്ല. ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും കൂട്ടിക്കളയരുത്, ഒന്നും മറിച്ച് കളയരുത്. അത് അതിൻ്റെതായ തനിമയിൽ പ്രസംഗിക്കുക. അതിന് പറ്റുന്നില്ലെങ്കിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. വെറുതെ ദൈവകോപം വിളിച്ചു വെക്കണ്ട, വരുത്തി വെക്കണ്ട. യാക്കോബ് എന്താ പറയുന്നത്? നിങ്ങളതീ ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകരുത്. കർത്താവ് വചനം ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് വചനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ശുശ്രൂഷയ്ക്കായി ദൈവം തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് ദൈവത്തിൻ്റെ സ്പെഷ്യൽ കോളിംഗ് ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ അതിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യുക. ഇല്ലെങ്കിൽ അപകടം, അപകടം, അപകടം. ദൈവസഭ തകർന്നു പോകാനുള്ള കാരണം വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായി, കണ്ട ദുരുപദേശകരെല്ലാം ഉപദേശകന്മാരായി. ഒരുവിധ ഉപദേശം പറഞ്ഞിട്ടുന്നവർ പോലും ദുരുപദേശങ്ങൾ പലരിൽ കേട്ടിട്ട് അവരും ദുരുപദേശത്തിലേക്ക് വീണുപോയി. ഞാൻ ഇന്നലെ അത് പറഞ്ഞെന്നാണ് എൻ്റെ ചിന്ത. ഞാനൊരു വത്സല സഹോദരനോട് പറഞ്ഞു, ഒരു കുഞ്ഞിന് മിൽമ പാല് മേടിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഒരു പാൽപ്പൊടി മേടിച്ചുകൊണ്ട് വന്നു. അമൂൽ പൊടി 1 കിലോയുടെ ടിന്നൊക്കെ ഉണ്ട്, 1/2 കിലോയുടെ ഒക്കെ ഉണ്ട്. ഒരു ടിന്ന് മേടിച്ചുകൊണ്ട് വന്നു കൊച്ചിന് കൊടുക്കാൻ. നോക്കി പോയി എക്സ്പയറി ഡേറ്റ് 2026 എക്സ്പയറി ഡേറ്റ് ആയ ഒരു അമൂൽ മിൽക്ക് പൗഡർ 2007 ജൂലൈയിലായപ്പോൾ 2006 ജനുവരിയിൽ അത് പോയി. ഇപ്പോൾ 1 വർഷം 6 മാസവും കഴിഞ്ഞു, എക്സ്പയറായി. അത് കുഞ്ഞിന് കൊടുക്കുമോ? നമ്മളെ മിൽമ പാല് 2 ദിവസം എക്സ്പയർ ആയത് നമ്മൾ കൊടുക്കുമോ കുഞ്ഞിനെ? നമ്മൾ കുടിക്കുകയോ? ഇല്ല, വലിച്ചാലും ദൂരെ കളയും. അതുപോലെ ഈ ദൈവവചനത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടാത്ത അന്യതാ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ, സാത്താൻ്റെ ഉപദേശങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. തരം തിരിച്ച് പഠിക്കണമെന്ന് എല്ലാം നമുക്കാണെന്ന് പറയരുത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായികൾ തെറ്റിപ്പോകും. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിയണം. ദൈവശക്തി ഏതാണെന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കണം. പിശാച് ഉറഞ്ഞു തുള്ളുന്നത് ദൈവശക്തിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന പെന്തക്കോസ്തുകാരെ കൊണ്ട് ഭൂമി നിറഞ്ഞു കിടക്കുക ഇന്ന്. എല്ലാവരും അല്ല. ഒരു ശേഷിപ്പ് കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നവരുണ്ട് പ്രിയമുള്ളവരെ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അടുത്ത വാക്യം 17. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മുൻകൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട്, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിക്കും. അധർമ്മികൾ, ആരായി അധർമ്മികൾ? പഠിക്കണ്ടേ? അധർമ്മികൾ ആരാന്ന് പഠിക്കണ്ടേ? മത്തായി 21 മുതൽ അങ്ങോട്ട് വായിച്ചോ. അധർമ്മികൾ ആരാണെന്ന് ഇവിടെ കാണാൻ കർത്താവ് പറയും. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അധർമ്മികൾ ആരാണെന്ന്. വായിച്ചാട്ടെ. മത്തായി 7:21 മുതൽ.
എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല. മത്തായി 7:21 മുതൽ. ഇതെവിടെ വായിക്കുന്നേ? ആ, മത്തായി 7:21 മുതൽ. ആ, ഏവരുമല്ല സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്തവരത്രേ സ്വർഗരാജ്യം കിടക്കുന്നത്. ആ, കർത്താവേ കർത്താവേ. ആ, കണ്ടോണം കേട്ടണം. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അടുത്ത അന്നാളിൽ ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. ആ, അധർമ്മികൾ അധർമ്മികൾ അധർമ്മികൾ. കർത്താവിന്റെ നാമം പറഞ്ഞ് ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി വ്യാജ ശുശ്രൂഷകൾ ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന സുവിശേഷ വ്യാജന്മാർ പെരുകിയിരിക്കുന്നൊരു കാലഘട്ടമാണിത്. എൻ്റെ പ്രസംഗത്തിൽ നല്ലൊരു ശതമാനം അവർക്കെതിരാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പാവം പിടിച്ച വിശ്വാസികൾ ഈ കെണിയിൽ കുടുങ്ങിപ്പോകരുത്. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയെന്നാണ് അവർ കർത്താവിനോട് പറയുന്നത്. രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അധർമ്മികൾ അധർമ്മികൾ. പത്രോസ് എന്താ പറയുന്നത്? എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ബി കെയർഫുൾ. പട്ടി വീട്ടിലുണ്ടെങ്കിൽ എഴുതി വെച്ചേക്കും, സൂക്ഷിക്കണം. കെയർഫുൾ എന്ന് എഴുതി വയ്ക്കും. നായയോട്ട് സൂക്ഷിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇന്ത്യയിലൊക്കെ എഴുതി വെക്കും. എന്ന് പറയുന്നത് സൂക്ഷിക്കണം. അധർമ്മികളെ സൂക്ഷിക്കണം. അത്ഭുതം അടയാളവും ഒക്കെ ദൈവം ചെയ്യുന്നതാ. അത്ഭുതം അനുഭവിച്ചാനായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നേക്ക് 2023 മരിച്ചു പോകേണ്ടവരായി പ്രസംഗിക്കുന്നിരുന്നു. അത്ഭുതമല്ലേ അത്? തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് അത്ഭുതമല്ല വിഷയം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു രോഗിയായ വ്യക്തി പ്രാർത്ഥിച്ചു, അവന് സൗഖ്യം കിട്ടി. അങ്ങനെ കുറച്ച് നാൾ ജീവിച്ച് പാപത്തിൽ വീണ് പാപം ചെയ്ത് അവസാനം അവൻ മരിച്ചു. എങ്ങോട്ട് പോകും? നരകത്തിൽ പോയി വീഴും. അവൻ രോഗിയായിട്ട് തന്നെ ഇരുന്ന് പാപം ചെയ്യാതെ മരിച്ചാലോ? രോഗിയായിട്ട് മരിച്ച് നിത്യതയിൽ പോകാം, ഒരു കുഴപ്പമില്ല. രോഗിയായിട്ടിരുന്ന് പാപം ചെയ്താൽ എന്ത് സംഭവിക്കും? നാശത്തിലേക്ക് പോകും. രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ദൈവമക്കൾക്കുണ്ട്, മനുഷ്യർക്കുണ്ട്. 10-60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും രോഗികളാവും. രോഗമില്ലാത്ത ആരുമില്ല. എൻ്റെ കുടുംബത്തിലൊരു പ്രധാന വ്യക്തി ഉണ്ടായിരുന്നു. ഇതേ തിരുവുകാരനാണ്. 1 ലക്ഷം 2 ലക്ഷം രൂപ കേസാണ് അറ്റൻഡ് ചെയ്ത് തിരുവുന്നത്. പക്ഷെ പുള്ളി അത്തുപോയി, രോഗം വന്നു. അപ്പോൾ രോഗം എല്ലാവർക്കും വരാം. കർത്താവിൽ വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കുന്നവർക്ക് പ്രാപിക്കാം, അല്ലാത്തവർക്ക് മരുന്ന് ചെയ്ത് സൗഖ്യം പ്രാപിക്കാം. അതൊന്നും പാപമല്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ തീവ്രമായ അനുഭവമാണ് രോഗശാന്തി പ്രാപിച്ചെടുക്കാനുള്ളത്. അത് ദൈവസഭയ്ക്ക് ഉള്ളൊരു വരദാനമാണ് രോഗശാന്തി. ദൈവം തന്നിരിക്കുന്ന ഒരു വരമാണ്. ആ വരമുള്ളവർക്ക് പ്രാർത്ഥിച്ച് സൗഖ്യമാകാം, മറ്റുള്ളവരെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാം. അതൊക്കെ സംഭവിക്കും, അതൊക്കെ നടക്കും. രോഗം വന്ന് മരിക്കുന്നതും രോഗത്തിന് സൗഖ്യം പ്രാപിച്ച് പാപം ചെയ്ത് മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്. പാപം ചെയ്താൽ പാപത്തിന് പരിഹാരം യേശുക്രിസ്തു വരുത്തി. ഇനി പാപം ചെയ്താൽ പാപത്തിന് പരിഹാരമില്ല. പാപം ചെയ്ത ദേഹി മരിക്കും. അത് വചനത്തിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി നശിച്ചു പോകരുത്. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതം പുറത്താക്കൽ, രോഗികളെ സൗഖ്യമാക്കലും അല്ല ശുശ്രൂഷ. ദൈവവചനം പ്രസംഗിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക. വിശുദ്ധിയുടെ ഉപദേശം, പത്യവചനം, പത്യോപദേശം പ്രസംഗിച്ച് ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക. അതാണ് അത്ഭുതം. ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിത്യതയിൽ എത്തിക്കുന്നതാണ് അത്ഭുതം. അല്ല രോഗി സൗഖ്യമാകുന്ന അത്ഭുതം അല്ല അത്ഭുതം. ഒരു മനുഷ്യൻ നിത്യതയിൽ എത്തുന്നതാണ് അത്ഭുതം. രോഗസൗഖ്യം പ്രാപിച്ച് പാപം ചെയ്ത് നരകത്തിൽ പോയിട്ട് എന്താ കാര്യം? ഇന്നതല്ലേ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിപ്പാൻ സൂക്ഷിക്കുന്നു. കൃപയിലും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവനെന്നേക്കും മഹത്വം. ആമേൻ. കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ദൈവകൃപയിൽ വളർന്നു വരിക, പരിജ്ഞാനത്തിൽ വളർന്നു വരിക. ദൈവവചനത്തിൻ്റെ ജ്ഞാനം, ആത്മീകമായ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, അതിൽ വളർന്നു വരിക. ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ അറിഞ്ഞു വളരുക. അതാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായ ഒരു ലേഖനമാണ് പത്രോസിൻ്റെ 1-2 ലേഖനങ്ങൾ. ഞാനത് പ്രസംഗിക്കുമ്പോൾ എനിക്കത് അനുഗ്രഹം, കേൾക്കുന്ന നിങ്ങൾക്കത് അനുഗ്രഹം. കർത്താവ് വരാറായി. ഗലീലപുരുഷന്മാരെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവെന്ന് സഭയെ ചേർക്കും. കൈവിടപ്പെട്ടു പോകരുത്. കൈവിടപ്പെട്ടു പോയാൽ ക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമരേണ്ടി വരും. റോഡ് ടാർ ചെയ്യുമ്പോൾ ആ ടാറിനെ ഒതുക്കാൻ വേണ്ടി റോളർ ഉരുട്ടുന്നത് പോലെ സാത്താൻ്റെ ആ റോളറിൻ്റെ അടിയിൽ പെടുന്ന് വീഴേണ്ടി വരും. നമ്മളെ ക്രിസ്തു നമ്മളെ ഇട്ട് ഉരുട്ടും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ പോകുവാൻ, കാഹളം ധരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ജീവിച്ച് നമുക്കായിരിക്കാം. അതിനായിട്ട് കർത്താവിൻ്റെ ദാസനായ പത്രോസിൻ്റെ ഈ പ്രബോധനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വായനകളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.